ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സദസ്സ് അല്ലാഹുവിന്റെ ഹബീബിനെ ഏറ്റവും ഇഷ്ടമുള്ള സദസ്സാകുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമാകുന്ന സദസ്സാകുമ്പോൾ പിന്നെ രാജാതിരാജനായ റബ്ബിനും ഇഷ്ടമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഫാത്തിമത്തു ഖതഅത്തും മിന്നീ, ഫാത്തിമ എന്റെ കരളിന്റെ ഘട്ടമാണ്. ഫമൻ അഹബ്ബഹ അഹബ്ബനി, എന്റെ ഫാത്തിമയെ ആരാണോ ഇഷ്ടപ്പെടുന്നത് അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിയെ കുറിച്ച് പറയുന്നതും അറിയുന്നതും ആ മഹദിയോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ ഇടവരും എന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാൻ തീരുമാനിക്കുന്നതും. അല്ലാഹുവേ ഈ സദസ്സിനെ ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരണേ അല്ലാഹ്. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 36ാമത്തെ വയസ്സ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനമായ ചില സംഭവങ്ങൾക്ക് സാക്ഷിയായ വർഷമാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 36ാമത്തെ വയസ്സിലാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഏറെ സന്തോഷകരമായ എന്നാൽ മക്കയുടെ ചരിത്രത്തിൽ തന്നെ നിർണായകമായൊരു സംഭവം ഉണ്ടാകുന്നത്. പരിശുദ്ധമായ കഅബാലയം സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് ലഭിക്കുന്നതിന് മുമ്പാണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നത്. മക്കക്കാർ തീരുമാനിച്ചു, ജാഹിലിയ കാലഘട്ടമായിരുന്നുവെങ്കിലും പരിശുദ്ധമായ കഅബയോട് അവർക്ക് എന്തെന്നില്ലാത്ത ഇഷ്ടവും അതേപോലെ കഅബയോട് അവർക്ക് വല്ലാത്ത താല്പര്യവും ഉണ്ടായിരുന്നു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ നബുവത്തിന് മുമ്പാണ് മക്കക്കാർ തീരുമാനിക്കുന്നത് പരിശുദ്ധമായ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടത്താൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ 36ാമത്തെ വയസ്സിലാണ് പരിശുദ്ധമായ കഅബയുടെ പുനർനിർമ്മാണം നടത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ മക്കക്കാർ ഇങ്ങനെ തീരുമാനിച്ചു, ഹലാലല്ലാത്ത ഒരു ഫിൽസ് പോലും പരിശുദ്ധമായ മക്കയുടെ പണിക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്ന്. അല്ലാഹുവാണല്ലോ മനസ്സിന്റെ ഉടമസ്ഥൻ, അവരോടങ്ങനെ തോന്നിപ്പിച്ചതാണ്. മക്കയിൽ അന്ന് ധാരാളം ഹറാമിന്റെ വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നു മക്കക്കാർക്ക്. അതിൽ പ്രധാനമായിരുന്നു പലിശ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹറാമിന്റെ ഒരു ഫിൽസ് പോലും പരിശുദ്ധമായ മക്കയുടെ പണിയുമായി ടച്ചാവരുത് എന്ന് മക്കക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പരിശുദ്ധമായ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഅബാലയത്തിന്റെ ഭിത്തികൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. പരിശുദ്ധമായ ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥാനത്തെത്തിയപ്പോൾ ഹജറുൽ അസ്വദ് വെക്കുന്നത് സംബന്ധമായുള്ള തർക്കമുണ്ടായി മക്കക്കാർക്കിടയിൽ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, നിയോഗിക്കപ്പെട്ടിട്ടില്ല. അന്ന് കേവലം മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനാണ്. മക്കക്കാർക്കിടയിൽ വിശ്വസ്തനായ ചെറുപ്പക്കാരൻ എന്നറിയപ്പെടുന്ന ആളായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജറുൽ അസ്വദ് വെക്കുന്നത് സംബന്ധമായുള്ള തർക്കമുണ്ടായി. അവസാനം അത് യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. മക്കയിലെ പ്രബലമായ ഓരോ ഗോത്രങ്ങളും പറഞ്ഞു, ഹജറുൽ അസ്വദ് തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണെന്ന് ഓരോരുത്തരും ശാഠ്യം പിടിക്കാൻ തുടങ്ങി. അവസാനം അത് യുദ്ധമുണ്ടാകുമെന്ന അവസ്ഥയുണ്ടായി. സാഹചര്യങ്ങൾ ഭീതിതമായി. അപ്പോഴാണ് മക്കയിലുണ്ടായിരുന്ന വൃദ്ധനായ ഒരാൾ അവരോട് പറഞ്ഞത്, മക്കക്കാരോട് നിങ്ങൾ ആ വിഷയത്തിൽ തർക്കിക്കരുത് എന്ന്. പരസ്പരം നിങ്ങൾ തർക്കിക്കരുത്, ഈ വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകരുത് എന്ന് അയാൾ മക്കക്കാരോട് പറയുകയാണ്. ഈ വിഷയത്തിൽ ഞാനൊരു തീരുമാനം പറയാം. നിങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ലാതെയാക്കുന്ന സർവ്വയാളുകൾക്കും സമ്മതമാകുന്നൊരു തീരുമാനം ഞാൻ പറയാം. നിങ്ങൾ എന്നെ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. ആ മക്കയിലുള്ള കാരണവരായ വൃദ്ധനായ ആൾ അത് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ സമ്മതിക്കാമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഇനി ആരാണോ ഈ കവാടത്തിലൂടെ ആദ്യമായി ഇങ്ങോട്ട് കടന്നു വരുന്നത് അയാൾ തീരുമാനിക്കട്ടെ ആരാണ് ഹജറുൽ അസ്വദ് സൽത്താനത്ത് വെക്കേണ്ടത് എന്ന്. ആ വരുന്ന ആൾ ആരായാലും അയാൾ എന്റെ അഭിപ്രായം പറഞ്ഞാലും നിങ്ങളൊക്കെ അംഗീകരിക്കണമെന്ന് മക്കക്കാരോട് പറഞ്ഞപ്പോൾ എല്ലാ ഗോത്രങ്ങളും അതിന് സമ്മതിച്ചു. പിന്നെ എല്ലാവരുടെയും കണ്ണാകാടത്തിലേക്കാണ്. ആരാണ് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ കവാടത്തിലൂടെ കടന്നു വരുന്ന ആദ്യത്തെ ആൾ? എല്ലാവരും ഒറ്റ നോക്കുമ്പോഴാണ്
അവിചാരിതമായ കവാടത്തിലൂടെ കടന്നു വരുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് പ്രവാചകനായിട്ടില്ല, മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനാണ് കടന്നു വരുന്നത്. എല്ലാവർക്കും സമ്മതമായി, എല്ലാവർക്കും സന്തോഷമായി, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ചെറുപ്പക്കാരനെ കുറിച്ച്. എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞു, അല്ലമീനാണല്ലോ കടന്നു വന്നത്, അല്ലമീൻ എന്തു പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കും. എല്ലാവരും ഏകകണ്ഠമായി പറഞ്ഞു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് ചെന്നു. അവരോട് വിഷയം അവരാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ഈ വിഷയം പറയുന്നത്. മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനോട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ തോളിലുണ്ടായിരുന്ന പുതപ്പെടുത്ത് നിലത്ത് വിരിക്കുകയാണ്. എന്നിട്ട് അജലസ്വദ വിരിപ്പിലേക്ക് എടുത്തു വെച്ചു. എല്ലാ ഗോത്രത്തലവന്മാരോടും പറഞ്ഞു, ഈ വിരിപ്പിന്റെ തലപ്പ് പിടിക്കാൻ. എന്നിട്ട് ഈ വിരിപ്പ് പൊക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് എന്ന ഈ ചെറുപ്പക്കാരൻ എല്ലാവരോടും ആജ്ഞാപിച്ച പോലെ എല്ലാവരും വിരിപ്പിന്റെ തലപ്പുകൾ പിടിച്ച് പൊക്കിക്കൊണ്ടിരുന്നു. അജലസ്വദ് വെക്കാനുള്ള സ്ഥാനമെത്തിയപ്പോൾ ഈ പുതപ്പിൽ നിന്ന്, വിരിപ്പിൽ നിന്ന് ഹജലസ്വദ് എടുത്തിട്ട് തൽസ്ഥാനത്ത് അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പ്രതിഷ്ഠിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാൾ വരെ ഇനി ഈ ഹജലസ്വദ് ചുംബിക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്താണ്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങൾ കൊണ്ട് തന്നെ കഅബയുടെ മൂലയിൽ സ്ഥാപിക്കുക എന്നത് മക്കക്കാരുടെ തീരുമാനമല്ല, അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതാണ് ഇവിടെ നടപ്പിലായത്. ഈ സംഭവം ഉണ്ടായത് അല്ലാഹുവിന്റെ ഹബീബിന്റെ 36-ാമത്തെ വയസ്സിലാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കേറെ സന്തോഷമുണ്ടായ സംഗതിയായിരുന്നു അത്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ 36-ാമത്തെ വയസ്സിൽ തന്നെയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറെ സന്തോഷമായ മറ്റൊരു സംഗതി ഉണ്ടായത്. 36-ാമത്തെ വയസ്സിലാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലേക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ, സ്വർഗത്തിന്റെ നേതാവാണ് നാളെ അല്ലാഹുവിന്റെ ഹബീബ് വിശേഷിപ്പിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചു വീഴുന്നതും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് അവസാന പൊന്നുമോളായി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരുടെ നേതാവെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശേഷിപ്പിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചു വീഴുന്നതും അല്ലാഹുവിന്റെ ഹബീബിന്റെ 36-ാമത്തെ വയസ്സിലാണ്. ഒരഭിപ്രായ പ്രകാരം അങ്ങനെയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചു വീഴുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ മോൾക്ക് ജന്മം നൽകുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പ്രവാചകനായിട്ടില്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചു വീണതോടുകൂടെ അല്ലാഹുവിന്റെ ഹബീബിന് വല്ലാത്ത സന്തോഷമാണ്. പിന്നെ ഓരോ ദിവസങ്ങളും സന്തോഷത്തിൻ്റെതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ അകത്തളത്തിൽ തന്നെ സന്തോഷം കളിയാടുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അമ്മിഞ്ഞ പാൽ കുടിച്ചു വളരുകയാണ്. വീട്ടിന്റെ അകത്തളത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിച്ചവച്ച് നടക്കുന്ന പ്രായമായി സമയമായി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് വല്ലാത്തൊരു മാനസികമായ ബന്ധമായിരുന്നു. കൊച്ചുപ്രായത്തിലേ അങ്ങനെയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹിനോടും അങ്ങനെയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, പിതാവിനോട് വല്ലാത്ത താല്പര്യമാണ് ഫാത്തിമ എന്ന കുഞ്ഞുമോൾ. പിതാവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി ശ്രദ്ധിക്കുമായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. മാത്രമല്ല ചരിത്രം രേഖപ്പെടുത്തുകയാണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നടക്കുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുന്ന പോലെയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഖദീജ ബീവി പൊന്നുമോളെ കുറിച്ച് പറയുകയാണ്, എന്റെ ഫാത്തിമ നടക്കുന്നത് കണ്ടാൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയാണോ എന്ന് തോന്നിപ്പോകും. എന്റെ പൊന്നുമോൾ ഇരിക്കുന്നത് കണ്ടാൽ പിന്നിൽ നിന്ന് ശ്രദ്ധിച്ചാൽ എന്റെ ഹബീബ് ഇരിക്കുന്ന പോലെയാണ് എന്റെ പൊന്നുമോൾ ഇരിക്കാറുള്ളത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്,
എന്റെ പൊന്നുമോൾ സംസാരിക്കുന്നത് കേട്ടാൽ, ഒരു മറക്കപ്പുറത്ത് നിന്ന് കേട്ടാൽ അല്ലാഹുവിന്റെ ഹബീബ് സംസാരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. പൊന്നുമോളുടെ സംസാരമായാലും ഇരുത്തമായാലും നടത്തമായാലും എല്ലാം അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയായിരുന്നു എന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുന്നുണ്ട്. കേൾക്കണം എന്റെ പ്രിയമുള്ളവരെ, എന്തിനാ ഫാത്തിമ ബീവിയെ കുറിച്ച് പറയുന്നത്? റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഞ്ഞുമോൾ ഫാത്തിമയെ കുറിച്ച് പറഞ്ഞത് സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരുടെ നേതാവാണ് എന്റെ മോൾ ഫാത്തിമ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാൻ, സ്വർഗത്തിലേക്ക് സ്ത്രീകൾ നയിച്ചു കൊണ്ടുപോകാറുള്ള ആളാ എന്റെ പൊന്നുമോൾ ഫാത്തിമ എന്ന് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫാത്തിമ ബീവിയുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെയായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, നിങ്ങൾക്ക് മാതൃകയാകാൻ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ രാജാതിരാജനായ അല്ലാഹുവിൽ മനസ്സ് ബന്ധിപ്പിക്കാൻ, അല്ലാഹുവിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമുക്കേറെ വെളിച്ചമാകും. അതിനാ നമ്മൾ അങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തത്. റഹ്മുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അക്ഷരം പ്രതി പിൻപറ്റുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നിങ്ങൾക്ക് വെളിച്ചമാകും എന്റെ പെങ്ങളെ, നിങ്ങൾക്ക് വെളിച്ചമാകും. നിങ്ങൾ ഇരുന്ന് ഈ വിഷയം ശ്രദ്ധയോടെ നിങ്ങൾ വീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ആ ജീവിതത്തിൽ നിന്ന് ഏറെ സമാധാനം ലഭ്യമാകും എന്റെ പെങ്ങളെ. ആധുനിക ജീവിതത്തിന്റെ, ആധുനിക ലോകത്തുള്ള ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാജാതിരാജനായ അല്ലാഹുവിൽ നിന്ന് മനസ്സകലാൻ പ്രേരിപ്പിക്കുമ്പോൾ റബ്ബിലേക്ക് തിരിച്ചു നടക്കാൻ നമ്മളെ സഹായിക്കും ഈ വിഷയം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചെറുപ്പകാലം തന്നെ ജീവിതത്തിന്റെ കയ്പ് നീരനുഭവിച്ചാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പകാലം 4-ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോഴാണ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നബുവത്ത് നൽകുന്നതും റസൂലുള്ളാഹിനെ പ്രവാചകനായ അല്ലാഹു തിരഞ്ഞെടുക്കുന്നതും. അന്ന് കുഞ്ഞോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് 4 വയസ്സാണ്. ഈ 4 വയസ്സ് പ്രായമാകുമ്പോഴേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ സന്തോഷങ്ങളും പിന്നെ മാഞ്ഞു തുടങ്ങുകയായിരുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ മോൾക്ക് 4 വയസ്സാകുമ്പോഴാണ് പിതാവ് വീട്ടിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നത്. സാധാരണ വീട്ടിൽ നിന്നെങ്ങും പോകാറുണ്ടായിരുന്നില്ലല്ലോ പിതാവ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മാതാവിനോടൊപ്പം അധിക സമയവും ചെലവഴിക്കുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ മോളുടെ പ്രിയപ്പെട്ട പിതാവ് അധിക നേരം വീട്ടിൽ നിന്ന് അകന്നു നിൽക്കാറില്ല. അങ്ങാടിയിൽ പോയിരിക്കുന്ന സ്വഭാവമില്ല. സാധാരണ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വെളിയിൽ പോയാൽ ആവശ്യം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചിരുന്ന സ്വഭാവമായിരുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. എന്നാൽ കുഞ്ഞുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ 4-ാമത്തെ വയസ്സിലാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ 40-ാമത്തെ വയസ്സിലാണ് ഗാർ ഹിറായുടെ അകത്തളത്തിൽ, ജബലുന്നൂറിന്റെ മുകളിലുള്ള ഗാർ ഹിറായുടെ അകത്തളത്തിൽ അല്ലാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്നത്. ഏറെ ദിവസങ്ങൾ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. പൊന്നുമോൾക്ക് മനസ്സിലായില്ല ഉപ്പ എവിടെയാണ് പോയതെന്ന്. 4 വയസ്സായ കുഞ്ഞുമോളോട് എന്ത് പറയാൻ? ഉമ്മയോട് ചോദിക്കുന്ന മോൾ ഉപ്പ എവിടെയാണ്? ഉപ്പ പോയിട്ട് ദിവസങ്ങളായല്ലോ, തിരിച്ചു വരുന്നത് കാണുന്നില്ലല്ലോ എന്ന്. അപ്പോഴാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് മാതാവായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്നത്, മോളെ ഉപ്പധ്യാനമിരിക്കാനായി പോയതാണ്, ഉപ്പധ്യാനമിരിക്കാൻ പോയതാണ്. മകൾക്കെന്ത് ധ്യാനമാണ്? 4 വയസ്സല്ലേ പ്രായമായുള്ളൂ. ഉപ്പ ഇടക്കിടക്ക് വീട്ടിൽ വരാറുണ്ട്.
മോൾ ഉപ്പയോട് ചോദിക്കും, ഉപ്പ എങ്ങോട്ടാ പോകുന്നത്? ജബലുന്നൂറിന്റെ മുകളിലുള്ള ഗാർ ഹിറായിലേക്കാണ് ഉപ്പ പോകുന്നത് എന്ന് പറഞ്ഞാലും എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിൽ ചിന്ത കേന്ദ്രീകരിച്ച് പടച്ച റബ്ബിലായി അല്ലാഹുവിന്റെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടാനാണെന്ന് പിതാവിന്റെ മറുപടി മകളെ സംതൃപ്തയാക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഫാത്തിമ മോളുടെ കുഞ്ഞുമോൾ ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട വാപ്പ പേടിച്ച് ഭയവിക്കുലനായി വീട്ടിലേക്ക് വരികയാണ്. അതാണ് ഫാത്തിമ ബീവി കാണുന്നത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഉമ്മയോട് പറയുന്നു, സമ്മിലൂനി ഖദീജ, ഖദീജ എന്നെ പുതപ്പെട്ട് മൂടണേ എന്ന്. നേരെ വീട്ടിനകത്തേക്ക് കയറി ഉപ്പയെ ഉമ്മ പുതപ്പെട്ട് മൂടുന്നതാണ് ഫാത്തിമ മോൾ കാണുന്നത്. എന്താണ് സംഗതിയെന്നും പിഞ്ചു ബാലികക്ക് മനസ്സിലായില്ല. ഉമ്മ ഉപ്പയുടെ തലയുടെ ഭാഗത്തിരിക്കുന്നുണ്ട്, ഉപ്പയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഉമ്മ. കുഞ്ഞുമോളും പരിസരത്തുണ്ട്, ഉപ്പയുടെ പരിസരത്തായി പനിച്ചു പറക്കൊണ്ടുന്ന പിതാവിന്. എപ്പോഴും തന്റെ പൊന്നുമോളിൽ താളിക്കാറുള്ള പ്രിയപ്പെട്ട പിതാവ് അന്ന് ഫാത്തിമ മോളെ ശ്രദ്ധിക്കുന്നില്ല, പനിച്ചു വറക്കുകയാണ്. ഉമ്മ പ്രിയപ്പെട്ട പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് അങ്ങോട്ടോ കൊണ്ടുപോകുന്നു, വറക്കത്തിന്റെ അടുക്കലേക്ക്. അന്ന് തൗറാത്തിലും ഇഞ്ചീലിലും അവഗാഹമുള്ള പാണ്ഡിത്യമുള്ള ആളായിരുന്നു വറക്കത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കുഞ്ഞുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പിതാവിന്റെ അസ്വസ്ഥതകൾ പൊന്നുമോൾ മനസ്സിലാക്കുന്നുണ്ട്. പൊന്നുമോൾക്കും വല്ലാത്ത പ്രയാസമുണ്ട് പിതാവിന്റെ അസ്വസ്ഥതകൾ കാണുമ്പോൾ. ഏതായാലും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഉപ്പയുടെ പനിയും അസ്വസ്ഥതകളും മാറുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പ്രവാചകത്വം കൊടുത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ തെരഞ്ഞെടുത്തതാണെന്ന വിവരം, റസൂലായി തെരഞ്ഞെടുത്തതാണ് എന്ന വിവരം മനസ്സിലാക്കാൻ മാത്രമുള്ള പ്രായം കുഞ്ഞുമോൾക്കായിട്ടില്ല. ഏതായാലും അസാധാരണമായ ചില സംഭവങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പൊന്നുമോൾക്ക് മനസ്സിലായി. മാത്രമല്ല മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയെയും ഇത്താത്തമാരെയും ഒക്കെ വിളിച്ചിരുത്തിയിട്ട് ഉപ്പ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. കുഞ്ഞുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അത് കാണുന്നുണ്ട്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉരുവിടുന്നതും പൊന്നുമോൾ കേൾക്കുന്നുണ്ട്. അതുവരെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടാത്ത ചില സംഗതികൾ തങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്നതും കുഞ്ഞുമോളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൊച്ചുമോളാകുമ്പോഴേ ഇസ്ലാമികമായ അന്തരീക്ഷത്തിലാണ്, സാഹചര്യത്തിലാണ് പൊന്നുമോൾ വളരുന്നത്. കാണുന്നതെല്ലാം ജേട്ടത്തിമാരും പ്രിയപ്പെട്ട ഉമ്മയും പിതാവും ഇസ്ലാമികമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതാണ്. അത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭാവി ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനം ചെലുത്താൻ ഇടവന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതും അതാണ്. ഉമ്മമാരെ, വീട്ടിന്റെ അകത്തളങ്ങളിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും വീട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞു പൈതങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് ലഭിച്ചു. ആദ്യത്തെ 3 കൊല്ലം രഹസ്യമായ പ്രബോധമാണ് അല്ലാഹുവിന്റെ ഹബീബ് നിർവഹിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് അടുത്ത ആളുകളോടും അടുത്ത കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും മാത്രമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹജുർ വലാ തംനുൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരസ്യ പ്രബോധനം നടത്താൻ അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. കൽപ്പന വന്നപാട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ മക്കയിൽ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. മക്കയിൽ വല്ല അപകടങ്ങളും വരാൻ പോകുമ്പോ, മക്കക്കാരെ വല്ല കാര്യങ്ങളും അറിയിക്കേണ്ട അവസ്ഥയുണ്ടാകുമ്പോ സാധാരണ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറി വിളിച്ചു പറയാനാണ് പതിവ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറുകയാണ്. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? കുഞ്ഞുമോൾ
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെറുപ്പത്തിലെ ഏറെ വേദനകൾ അനുഭവിച്ചാണ് പൊന്നുമോൾ കഴിഞ്ഞുകൂടിയതും ജീവിച്ചതും. ഫാത്തിമ ബീവിയുടെ എല്ലാ സന്തോഷങ്ങളും റളിയല്ലാഹു അൻഹ 4-ാമത്തെ വയസ്സിലെ അസ്തമിച്ചു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സദസ്സിൽ ഉണ്ടാകും 2 വയസ്സാകുമ്പോ പിതാവ് മരിച്ചുപോയ കുട്ടികളുണ്ടാകും. അങ്ങനെ യതീമായി വളർന്നവരായിരിക്കും അവർ. 4 വയസ്സാകുമ്പോഴേ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലേക്ക് കടന്നവർ ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാകും. ഉമ്മ പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മകളുടെ അവസ്ഥയാലോചിക്കണേ നിങ്ങൾ. 4 വയസ്സാകുമ്പോഴേക്ക് എല്ലാ സന്തോഷവും തീർന്നു പോയിട്ടുണ്ട്. പിന്നെ പ്രതിസന്ധികളാണ്, പ്രയാസങ്ങളാണ്. ഫാത്തിമ മോൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിതാവ് ജബൽ നബി ഖുബൈസിന്റെ മുകളിൽ വെച്ച് വിളിച്ചു പറയുന്നു. മക്കാക്കാരെ എല്ലാം തന്റെ സന്നിധിയിലേക്ക് വിളിക്കുകയാണ്. എല്ലാവരും ഓടി വരികയാണ്. അല്ലമീനാണ് വിളിക്കുന്നത്. കേട്ടപാടെ എല്ലാവരും ഓടി വന്നു. ജബൽ നബി ഖുബൈസിന്റെ പരിസരങ്ങളിലായി അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുമായി എല്ലാവരും ഒത്തുചേരുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടായി ഇങ്ങനെ പറയുകയാണ്: മക്കക്കാരെ, ഈ മലക്കപ്പുറത്ത് നിന്ന് സർവായുധ വിഭൂഷിതരായ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അവരെല്ലാവരും ഏകസ്വരത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്: അല്ലമീൻ, അങ്ങ് 40 കൊല്ലം ഞങ്ങൾക്കിടയിൽ ജീവിച്ച അനുഭവം ഞങ്ങൾക്കുണ്ടല്ലോ. അങ്ങൊരു കളവ് പറഞ്ഞ അനുഭവം ഞങ്ങൾക്ക് പറയാനില്ല. അങ്ങൊരാളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്ത അനുഭവം പറയാനില്ല. അതുകൊണ്ട് അങ്ങ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അവരോട് പറഞ്ഞതെന്നാൽ ഈ മലക്കപ്പുറത്തുനിന്ന് വരാനുള്ള സർവായുധ വീക്ഷിതരായ ഒരു സൈന്യത്തെക്കുറിച്ചല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കഅബയിലും മറ്റും നിങ്ങൾ വെച്ച് ആരാധിക്കുന്ന ബിംബങ്ങളല്ല നമ്മൾ സൃഷ്ടിച്ചത്. രാജാതിരാജനായ അല്ലാഹുവാ, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കാവോ എന്ന് പറഞ്ഞപ്പോഴേതാ കൂടി നിന്നവരെല്ലാം അല്ലാഹുവിന്റെ ഹബീബിനെതിരെ തെറി പറയുകയാണ്. മാത്രമല്ല, ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരനായ അബൂലഹബ് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് ജന്മത്തിന് മുമ്പേ മരിച്ചു പോയതാണല്ലോ. വാപ്പമാരില്ലെങ്കിൽ പിന്നെ പൊന്നുമക്കളെ ശ്രദ്ധിക്കേണ്ടത് പിതാവിന്റെ സഹോദരങ്ങളാണല്ലോ. അബൂലഹബ് അല്ലാഹുവിന്റെ ഹബീബിനെതിരെ ആദ്യമായി ആഞ്ഞടിച്ചത് തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം, അലിഹാദാ ജമഅതനാ, ഇത് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനെതിരെ ആദ്യമായി ആഞ്ഞടിച്ചത് അബൂലഹബ്. അവിടെ കുഴപ്പമായി, പ്രശ്നമായി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകാര്യം ചെയ്യാൻ മക്കക്കാർ ഒരുങ്ങുന്നു. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. പൊന്നമോൾ ഫാത്തിമയാ റളിയല്ലാഹു അൻഹ അന്ന് വീട്ടിൽ കളിച്ചു നടക്കുന്ന പ്രായമാ. പൊന്നമോൾ ഈ രംഗം കണ്ട് വേദനിച്ചു പോവുകയാണ് റളിയല്ലാഹു അൻഹ. ഞാൻ പറയുന്നത് ചെറുപ്പത്തിലെ വേദനകൾ മാത്രം. ആർക്കെന്റെ പ്രിയമുള്ള പെങ്ങളെ, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, നാളെ സ്വർഗ്ഗത്തിൽ സ്ത്രീകളെ നയിച്ചു പോകേണ്ട ആളാണ് എന്റെ പൊന്നുമോൾ എന്ന് റസൂലുള്ളാഹി വിശേഷിപ്പിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം മുഴുവൻ വേദനകളാണ്. അത് മനസ്സിലാക്കണേ നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സലാത്ത് നല്ല ഉഷാറായി ചൊല്ലണം. അല്ലാഹു നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. അധികമായി ദീർഘിപ്പിച്ച് ഞാൻ സംസാരിക്കില്ല. നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇവിടെ ഞാൻ അവസാനിപ്പിക്കും. മാത്രമല്ല, വിശാലമായൊരു ജീവിതം ഒരു ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാവതല്ല. മഹാനായ നബി ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ചെറുപ്രായത്തിലെ ഭർത്താക്കന്മാർ മരിച്ചുപോയി. 4ഉം 5ഉം മക്കളെ വിട്ടേച്ചാണ് അവർ പിരിഞ്ഞു പോയത്. 3 യതീമായ പുഞ്ചു മക്കളാണ് എന്റെ മടിത്തട്ടിൽ. പെങ്ങളെ, നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? പുണ്യ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന അശദ്ദന്നാസി ബലാഅൻ, അതിശക്തമായ പരീക്ഷണങ്ങൾ അല്ലാഹു നൽകുന്നത് അൽ-അംബിയാഉ, പ്രവാചകന്മാർക്കാണ്. ജനങ്ങൾ കഠിനമായ പരീക്ഷണം നേരിടുന്നവർ പ്രവാചകന്മാരാണ്. ഫല്ലംസലു ഫല്ലംസൽ, പിന്നീട് അവരോട് അടുത്തവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗ്ഗത്തിൽ ചെന്ന് ചേരുന്ന മോളാ. ആ മോളുടെ ജീവിതത്തിന്റെ ചില രംഗങ്ങളാ നമ്മൾ പറയുന്നത്. ഫാത്തിമ മോളുടെ ജീവിതം കേട്ടാൽ കരയാത്തവരും കരഞ്ഞു പോകും. എന്റെ പ്രിയമുള്ളവരെ, വേദനകൾ മാത്രമാണ് ആ ജീവിതത്തിൽ എടുത്തു പറയാനുള്ളത്. പൊന്നു പിതാവിന്റെ വേദന കണ്ട് വല്ലാതെ മാനസികമായി വിങ്ങപ്പൊട്ടുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ഓരോ ദിവസങ്ങളും പിന്നെ മക്കയിൽ അതിക്രമങ്ങളുടെ ദിവസങ്ങളായിരുന്നു. പൊന്നുമോരുടെ വീട്ടിന്റെ എല്ലാ സന്തോഷവും പോയി കളഞ്ഞിട്ടുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയുടെ പിതാവ് പരിശുദ്ധമായ കഅബയുടെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഅബയുടെ മുമ്പിൽ, അല്ലാഹുവിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യേണ്ടത്. ലാത്തയുടെയും മനാത്തയുടെയും മുമ്പിലല്ല. നമിക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ നിയോഗിതനായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോഴാണ് എന്ന് പറയുന്ന ദുഷ്ടൻ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ റസൂലുള്ളാഹിന്റെ കഴുത്തിൽ കൊണ്ടുവന്നിടുന്നത്. സുജൂദിൽ നിന്ന് തല ഉയർത്താൻ കഴിയാതെ അല്ലാഹുവിന്റെ ഹബീബ് പ്രയാസപ്പെടുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ രംഗം വീട്ടിൽ നിന്ന് കാണുന്നുണ്ട്. പൊന്നമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ടാണ് ഖദീജ ബീവി പറയുന്നത്, മോളെ, ഉപ്പയുടെ കടിത്തളത്തിൽ ഇതാരോ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പാക്ക് സുജൂദിൽ നിന്ന് തലപൊക്കാൻ കഴിയുന്നില്ല. പൊന്നു മോളൊന്നു പോകാം. മോളൊന്നു പോയിട്ട് ആ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ഉപ്പായുടെ കടിത്തളത്തിൽ നിന്ന് എടുത്തു മാറ്റണേ എന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ ചരിത്രം പറയുന്നു. ഫാത്തിമ മോൾ കരഞ്ഞാണ് ഓടിച്ചെല്ലുന്നത്. തന്റെ പ്രിയപ്പെട്ട പിതാവ് സുജൂദിൽ നിന്ന് തലപൊക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത് ഫാത്തിമ മോൾ കാണുകയാണ്. ഓടിച്ചെല്ലുന്നോ, മോളെ, ഞാനങ്ങ് ചെന്നാൽ ശത്രുക്കളുടെ അതിക്രമങ്ങൾ വർദ്ധിക്കും. പൊന്നു മോളെ, മോളൊന്നു പോയത് നീക്കം ചെയ്യണേ എന്ന് ഉമ്മ പറയേണ്ട താമസം ഓടിച്ചെല്ലുകയാണ്. കരഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തളത്തിൽ നിന്ന് ഒട്ടകത്തിന്റെ കുടൽമാലകൾ എടുത്തു മാറ്റുന്നത് ഫാത്തിമ മോൾ കരയുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അതിന്റെ പരിസരത്തായുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്ന് തലപൊക്കിയ പാടെ പൊന്നുമോളെ ആശ്വസിപ്പിക്കുകയാണ്. മോളെ, ഈ ജീവിതത്തിലെ വേദനയില്ലാതെ ഇനി കടന്നു വരാനൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നിന്റെ പിതാവിന് വേദനയില്ല മോളെ, പ്രയാസങ്ങളില്ല മോളെ, ടെൻഷനുകളില്ല മോളെ. മോളെന്തിനാണ് കരയുന്നതും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. കൊച്ചുമോളുടെ ഹൃദയത്തിൽ നിന്ന് ആ വേദന മാറിയിട്ടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പലപ്പോഴും ആ രംഗങ്ങൾ ധരിക്കാറുണ്ടായിരുന്നു. ഫാത്തിമ മോളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൽ മൂന്നാമത്തെ ആഘാതം വന്ന് വീഴുന്നത്. ഏതായിരുന്നു മൂന്നാമത്തെ ആഘാതം എന്നറിയാമോ? പ്രിയപ്പെട്ട മാതാവ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വേർപാടാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രബോധനം തുടർന്നുകൊണ്ടിരുന്നപ്പോ ശത്രുക്കളുടെ അതിശക്തമായ അക്രമങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് കുടുംബക്കാരോട് സഹായം ചോദിക്കാനായി മക്കയുടെ വെളിയിലേക്ക് പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ കുടുംബക്കാരോട് സഹായം ചോദിക്കാൻ പോയ വിവരം മക്കക്കാർ അറിയുകയാണ്. അത് മക്കക്കാരിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. മാത്രമല്ല, അവർ തീരുമാനിച്ചു മുഹമ്മദിനെ മക്കയിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വരുമ്പോഴാ മക്കക്കാർ റസൂലുള്ളാഹിനെ തടഞ്ഞു വെക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടഞ്ഞു വെച്ച താഴ്വര
ഇപ്പോഴും മക്കയിലുണ്ട്. ഷേബ് അബി ത്വാലിബ് എന്നാണ് ആ മലഞ്ചെരുവിന്റെ പേര്. പ്രിയമുള്ളവരെ, ആ താഴ്വര കണ്ടാൽ ഈ ചിത്രം ഓർക്കുന്ന ഏത് മുമ്പിനും പൊട്ടിക്കരഞ്ഞു പോകും. ഉംറയായാലും ഹജ്ജിനായാലും ഷേബ് അബി ത്വാലിബിന്റെ താഴ്വരയിൽ ചെന്നാൽ കൂടെയുള്ള ആളുകളോട് ആ വേദനാജനകമായ സംഭവം പറയുമ്പോൾ കരയാതെ ആരും ആ താഴ്വരയിൽ നിന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഷേബ് അബി ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവ് ഇന്നും മുഅ്മിനിന് വേദന മാത്രം പറയുന്ന മലഞ്ചെരുവാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാർ തടഞ്ഞു വെക്കുകയാണ്. അവിടെ ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. അവരുടെ ലക്ഷ്യം തന്നെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഇഞ്ചിഞ്ചായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടന്ന് മരിക്കലായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പൊന്നുമക്കളെയും കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് ചെന്നത്. സൈനബുണ്ട് റളിയല്ലാഹു അൻഹ. സൈനബ ബീവി റസൂലുള്ളാഹിന്റെ മക്കളിൽ മൂത്താളാണ്. വിവാഹം ചെയ്തത് മക്കക്കാരനായിരുന്ന ആളാണ്. അംർ ഇബ്നുൽ ആസ് വിവാഹം ചെയ്തത് മക്കക്കാരിൽപ്പെട്ട ആളാണ്. പക്ഷേ അദ്ദേഹം അല്ലാഹുവിന്റെ കൊടിയ ശത്രുവായിരുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ മകൾ ഉമ്മു കുൽഥൂം, രണ്ടാമത്തെ മകൾ റുഖിയ ബീവി റളിയല്ലാഹു അൻഹ. വിവാഹം ചെയ്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവായ. മഹാനായ റസൂലുള്ളാഹിന്റെ മൂന്നാമത്തെ മകളാണ് ഉമ്മു കുൽഥൂം. നാലാമത്തെ മോളാണ് പൊന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട മക്കളെയും കൂട്ടിയിട്ട് വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങെന്തിനാ പ്രയാസപ്പെടുന്നത് നബിയേ? ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ട് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ഖദീജ, ഇത് മക്കക്കാർ എനിക്കെതിരെ നടത്തിയിരിക്കുന്ന ഉപരോധമാണ് ഖദീജ. വെള്ളം തരില്ല ഖദീജ, ഭക്ഷണം കഴിക്കാൻ വകയുണ്ടാവുകയില്ല ഖദീജ, മക്കയിലേക്ക് കടക്കാൻ കഴിയില്ല, ഭക്ഷണം വാങ്ങാൻ ഈ താഴ്വരയിൽ നിന്ന് പുറത്തു പോകാൻ മക്കക്കാർ അനുവദിക്കില്ല. മക്കയുടെ നാനാഭാഗങ്ങളിലും അവർ ശത്രുക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നമ്മൾ വെളിയിൽ കിടക്കുന്നുണ്ടോ എന്നറിയാൻ. അതുകൊണ്ട് ഖദീജ, ഇനിയുള്ള ദിവസങ്ങൾ പട്ടിണിയുടെ ദിവസമാണ് ഖദീജ. അങ്ങേക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ ഖദീജ. അതുകൊണ്ട് അങ്ങ് പൊന്നുമക്കളെയും കൂട്ടിയിട്ട് അങ്ങയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ ഖദീജ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോഴാണ് ചരിത്രം രേഖപ്പെടുത്തുന്നു, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങെന്താ എന്നോട് പറയുന്നത് ഹബീബായ നബിയേ? അങ്ങീ താഴ്വരയിൽ വെള്ളമില്ലാതെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു പറയുമ്പോൾ ഖദീജ തന്റെ വീട്ടിൽ ദാഹം തീർത്ത് വെള്ളം കുടിക്കുകയോ നബിയേ? യാ റസൂലല്ലാഹ്, അങ്ങ് ഭക്ഷണമില്ലാതെ ഷേബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ വിശപ്പിനോട് മല്ലടിക്കുമ്പോ ഖദീജ ഭക്ഷണം വേറെ ഭക്ഷണം കഴിക്കുകയോ യാ റസൂലല്ലാഹ്? ഖദീജയും പൊന്നുമക്കളും ഭക്ഷണം കഴിക്കുകയോ നബിയേ? യാ റസൂലല്ലാഹ്, കഴിയില്ല ഹബീബേ. അങ്ങേക്ക് വെള്ളമില്ലേ? ഖദീജക്കും മക്കൾക്കും വെള്ളം വേണ്ട. അങ്ങേക്ക് ഭക്ഷണമില്ലേ? ഖദീജക്കും മക്കൾക്കും ഭക്ഷണം വേണ്ട. യാ റസൂലല്ലാഹ്, അങ്ങേ ഷേബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ പട്ടിണി കിടന്നു മരിക്കുകയാണോ നബിയേ? ഹബീബായ യാ റസൂലല്ലാഹ്, അങ്ങയോടൊപ്പം പട്ടിണി കിടന്ന് മരിക്കാനാണ് ഖദീജയുടെയും മക്കളുടെയും തീരുമാനം ഹബീബായ നബിയേ എന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറയുകയാണ്. അന്ന് കുഞ്ഞുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോടൊപ്പമുണ്ട്. ഭർത്താവിനോട് ഒരു ഭാര്യയ്ക്കുണ്ടാകുന്ന സ്നേഹത്തിന്റെ ആഴം അന്നാണ് ഫാത്തിമ മോൾ മനസ്സിലാക്കിയത്. അതല്ല, ഫാത്തിമ മോളുടെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അതേപോലെ ഉമ്മയും ഉമ്മു കുൽസൂമും ഒക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ചരിത്രം രേഖപ്പെടുത്തുന്നു. മക്ക കണ്ട ആളുകൾക്കറിയാം, തനിപ്പാറകളാണ് മക്കയിൽ, പാറകളാണ്, പുൽച്ചെടികൾ മച്ചുണ്ടാവാറില്ല. പാറക്കെട്ടുകൾക്കിടയിൽ അങ്ങിങ്ങുണ്ടാകുന്ന ചെറിയ ചെറിയ പുൽച്ചെടികളുണ്ട്. അത് കടിച്ച 3 കൊല്ലം അല്ലാഹുവിന്റെ ഹബീബും റസൂലുള്ളാഹിന്റെ കുടുംബവും ജീവിച്ചത്. പെങ്ങളെ, ഇങ്ങനെയുള്ള വേദന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും പൊന്നുമക്കളും ചെറുപ്പത്തിലെ അനുഭവിക്കുന്ന വേദനകളാണിത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വേദനയാണിത്. ഫാത്തിമ മോൾ ചെറുപ്പത്തിലെ പട്ടിണി കിടന്ന ശീലമുള്ള മോളാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെയുള്ള ഉപരോധം ശത്രുക്കൾ പിൻവലിക്കുന്നത് 3 കൊല്ലം കഴിഞ്ഞാണ്. 3 കൊല്ലം കഴിഞ്ഞ് ഉപരോധം പിൻവലിക്കുമ്പോഴേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പട്ടിണി കിടന്ന് ശാരീരികമായി തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു, രോഗിയായി പോയിട്ടുണ്ടായിരുന്നുവത്രേ. കാരണം ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് പട്ടിണി കിടന്ന ശീലമില്ലാത്തതാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ രോഗിയായി കിടപ്പിലായി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുമോൾ ഫാത്തിമ ബീവി കാണുന്നതെന്താ? പ്രിയപ്പെട്ട പിതാവ് ഉമ്മയുടെ തലയുടെ ഭാഗത്ത് വന്നിരിക്കുന്നു. ഉമ്മയെ സമാധാനിപ്പിക്കുകയാണ്. ഖദീജ, അങ്ങ് പ്രയാസപ്പെടേണ്ട ഖദീജ, അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ് ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബും കരയുന്നുണ്ട്. രണ്ടുപേരും കണ്ണുനീര് തുടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബീവിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുഞ്ഞുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ രംഗമെങ്ങ കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബീവിയോട് സമാധാനിപ്പിക്കുമ്പോൾ ഖദീജ ബീവി ഉപ്പയോട് തിരിച്ചു പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ഞാൻ മരിക്കുന്നതല്ല എന്റെ പ്രയാസം. ഉപ്പയോടുമ്മ പറയുന്നത് മകൾ കേൾക്കുന്നുണ്ട്, ഈ ലോകത്തിൽ ഞാൻ മരിക്കുന്നതല്ല എന്നെ പ്രയാസപ്പെടുത്തുന്നത്. പിന്നെയോ പ്രിയപ്പെട്ടവരെ, 4 പെൺമക്കളും അങ്ങ് ഒറ്റപ്പെട്ടു പോകുമല്ല നബിയേ. മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്, വിവാഹം ചെയ്തിരിക്കുന്ന ആൾ അങ്ങയുടെ ഏറ്റവും കൊടിയ ശത്രുവാണ് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അങ്ങയുടെ കൊടിയ ശത്രുവാണല്ലോ നബിയേ. ഇബ്നുൽ ആസ് ആണല്ലോ അങ്ങയുടെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത്. നബുവത്തിന്റെ മുമ്പ് നടന്ന വിവാഹമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിക്കെതിരായ അതികഠിന ശത്രുക്കളുടെ കൂട്ടത്തിലായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്. അതുകൊണ്ട് തന്നെ സൈനബ ബീവിയെ വീട്ടിലേക്ക് അയക്കാറില്ല, ഉമ്മയുടെ രോഗം കാണാൻ അയക്കാറില്ല, പറഞ്ഞയക്കാറില്ല. അബുല്ലാസ് പറഞ്ഞേക്കാറില്ല സൈനബ് റളിയല്ലാഹു അൻഹയെ. ഖദീജ ബീവിയുടെ രോഗം കാണാൻ വരാൻ സൈനബ് റളിയല്ലാഹു അൻഹ സമ്മതം ചോദിച്ചാലും അബുല്ലാസ് തടഞ്ഞു വെക്കും സൈനബ ബീവിയെ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അങ്ങയുടെ മൂത്തമോൾ സൈനബ് റളിയല്ലാഹു അൻഹ അങ്ങയുടെ കൊടിയ ശത്രുവിന്റെ കയ്യിലാണല്ലോ. യാ റസൂലല്ലാഹ്, രണ്ടാമത്തെ മകൾ റുഖയ്യ ബീവിയെ വിവാഹം ചെയ്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണല്ലോ. അവരെ മക്കയിൽ താമസിക്കാൻ ശത്രുക്കൾ അനുവദിക്കാത്തത് കൊണ്ട് അവർ നാട് വിട്ടു പോയതാണല്ലോ നബിയേ. യാ റസൂലല്ലാഹ്, പിന്നെ ഉള്ളത് ഉമ്മു കുൽസുമല്ലേ. ഉമ്മു കുൽസൂമിനെ അബൂലഹബിന്റെ മകൻ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മു കുൽസൂമിനെയും റുഖയ്യ ബീവിയെയും. എന്നിട്ട് പിന്നെ വീട്ടിൽ കൂടുന്നതിന് മുമ്പ് ത്വലാഖ് ചൊല്ലിക്കളഞ്ഞതാ. ആയിടെയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ നബുവത്ത് ലഭിക്കുന്നതും പരസ്യ പ്രബോധനം ആരംഭിക്കുന്നതും. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന് എതിരായി അബൂലഹബും അതേപോലെ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ പറഞ്ഞു, മുഹമ്മദിന്റെ മക്കളെ എന്റെ വീട്ടിലേക്ക് കടത്താൻ ഞാൻ അനുവദിക്കില്ല, അതുകൊണ്ട് ത്വലാഖ് ചൊല്ലിയേ പരോ. നിർബന്ധിതമായ സാഹചര്യത്തിലാണ് അബൂലഹബിന്റെ ആൺമക്കൾ റസൂലുള്ളാഹിന്റെ 2 പെൺമക്കളെയും ത്വലാഖ് ചൊല്ലുന്നത്. ചിന്തിക്കന്റെ പെങ്ങളെ, ആലോചിക്കേണ്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ, നിക്കാഹ് കഴിഞ്ഞിട്ട് വീട്ടിൽ കൂടുന്നതിന് മുമ്പ് 2 മക്കളെയും ത്വലാഖ് ചൊല്ലിയതിന്റെ വേദന പേറി ജീവിച്ച ആളാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ.
ഉമ്മു കുൽസൂമിനെ റുഖിയ്യ ബീവി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തില്ലേ? ഉമ്മു കുൽസൂമിനെ ആരും വിവാഹം ചെയ്തിട്ടില്ല. ഉമ്മു കുൽസൂം വീട്ടിന്റെ അകത്തളത്തിൽ ഒറ്റക്കാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഹബീബായ നബിയേ, ഈ വേദനയെല്ലാം അങ്ങയോടുകൂടെ പങ്കുവെക്കാൻ ഞാൻ ഉണ്ടായിരുന്നല്ല യാ റസൂലല്ലാഹ്. അങ്ങയുടെ ആ വേദന താങ്ങാൻ ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നല്ല നബിയേ. ഞാൻ വഫാത്തായാൽ പിന്നെ ഈ വേദന താങ്ങാൻ ആരാണ് യാ റസൂലല്ലാഹ്? നമ്മുടെ പൊന്നുമോൾ കൊച്ചുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിവാഹപ്രായം എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ നബിയേ. യാ റസൂലല്ലാഹ്, അങ്ങ് ഇവരുമായി ഒറ്റപ്പെട്ടു പോകില്ല നബിയേ. അതാണ് എന്റെ പ്രയാസം. മാത്രമല്ല, അതിനിടക്കാണ് ശത്രുക്കളുടെ ക്രൂരമായ അതിക്രമങ്ങൾ. യാ ഹബീബല്ലാഹ്, അത് ഓർക്കുമ്പോഴാണ് എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുന്നത് കേൾക്കുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും കരയുന്നുണ്ട്. എന്നാലും അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബീവിയെ സമാധാനിപ്പിക്കുകയാണ്. കുഞ്ഞുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചാരത്തുണ്ട്. അപ്പോഴാണ് ഫാത്തിമ മോൾ കേൾക്കുന്നത് ഉമ്മയോട് പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഈ ലോകത്തിൽ ഞാൻ മരിക്കുമെന്നാണ് എന്റെ മനസ്സെന്നോട് പറയുന്നത്. ഹബീബായ നബിയേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ലോകത്തിൽ മരിച്ചാൽ അങ്ങാണ് യാ റസൂലല്ലാഹ് എന്നെ മയ്യിത്ത് കുളിപ്പിക്കേണ്ടത്. അങ്ങയുടെ അറയിലെ ഭാര്യയായി ഞാൻ അന്ന് വരുന്ന ദിവസം ഞാൻ ഒറ്റക്കാണ് കുളിച്ചത്. അങ്ങയുടെ മണിയറയിലെ പുതുനാരിയായി അങ്ങയുടെ ഭാര്യയായി ഞാൻ വരുന്ന ദിവസം ഞാൻ ഒറ്റക്കാണ് കുളിച്ചത്. എന്നാൽ പരലോകത്തേക്കുള്ള മണിയറയായ ഖബറിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങനെ കുളിപ്പിച്ചു തരണം യാ റസൂലല്ലാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറയുകയാണ്. കുഞ്ഞുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇത് കേൾക്കുന്നുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റമുണ്ടാക്കിയ രംഗമായിരുന്നു അത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പിതാവിനോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഉമ്മ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ മരിച്ചാൽ അങ്ങാകണം നബിയെ എന്നെ കഫം ചെയ്തു തരേണ്ടത്. അങ്ങയുടെ മണിയറയിലെ ഭാര്യയായി ഞാൻ വരുന്ന ദിവസം അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് വന്ന പെണ്ണുങ്ങളായി എന്നെ മാറ്റിച്ചു തന്നത്. എന്നാൽ ഖബറാകുന്ന മണിയറയിലേക്ക് പോകുമ്പോൾ അങ്ങാണ് യാ റസൂലല്ലാഹ് എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു തരേണ്ടത്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ മണിയറയിലെ ഭാര്യയായി ഞാൻ വരുന്ന ദിവസം അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അയച്ച ഒട്ടകക്കട്ടിലേക്ക് എന്നെ കൈപിടിച്ചു കയറ്റിയത് എന്റെ കുടുംബക്കാരായിരുന്നു. എന്നാൽ യാ ഹബീബല്ലാഹ്, ഖബറാകുന്ന മണിയറയിലേക്ക് ഞാൻ പോകുമ്പോ എന്നെ കൊണ്ടുപോകാൻ വരുന്ന മയ്യിത്തുകെട്ടാകുന്ന വാഹനത്തിലേക്ക് അങ്ങനെ കയറ്റി കടത്തി തരണം യാ റസൂലല്ലാഹ്. ഇത് പറയുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കരയുന്നുണ്ട്. രണ്ടുപേരും കണ്ണുനീര് തുടക്കുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖദീജ, അങ്ങെന്തിനാണ് മരണത്തെക്കുറിച്ച് പറയുന്നത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നിർത്തിയില്ല. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്നെ ഖബറാകുന്ന മണിയറയിലേക്ക് ചുമന്നു കൊണ്ടുപോകുമ്പോ അങ്ങനെ മയ്യിത്ത് കെട്ടിലിന്റെ ചാരത്തായി നടക്കണം യാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ, അങ്ങനെ എന്റെ മയ്യിത്ത് കെട്ടിലുമായി എന്റെ മയ്യിത്തുമായി ഖബറിന്റെ അടുക്കലേക്ക് എത്തിയാൽ എന്നെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്നതിന് മുമ്പായി യാ റസൂലല്ലാഹ്, അങ്ങ് എന്റെ ഖബറിൽ ഇറങ്ങണം നബിയേ. ഹബീബായ നബിയേ, അങ്ങന്റെ ഖബറിൽ ഇറങ്ങണം യാ റസൂലല്ലാഹ്. അങ്ങയുടെ പാദസ്പർശനമുണ്ടായ മണ്ണിലാണ് ഖിയാമത്ത് നാളിന്റെ രണ്ടാമത്തെ ഊത്തുവരെ ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നത് യാ റസൂലല്ലാഹ് എന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട ഉമ്മ ഈ പറയുന്നത് പൊന്നുമോൾ കേൾക്കുന്നുണ്ട്. ഇനി ഫാത്തിമ ബീവിയുടെ വഫാത്ത് പറയുമ്പോൾ മനസ്സിലാകും നമുക്ക് ഉമ്മയുടെ വാക്കുകൾ എത്രമാത്രമായിരുന്നു ഈ കൊച്ചുമോളുടെ ഹൃദയത്തിൽ ആഞ്ഞു തറച്ചത് എന്ന്.
പ്രിയപ്പെട്ട പെങ്ങളെ, കൊച്ചുമക്കളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഭർത്താവിനോട് പറയുന്നതും നമ്മൾ പെരുമാറുന്നതുമെല്ലാം ആ കുട്ടികളുടെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഏതായാലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുളിപ്പിക്കുന്നു കഫം ചെയ്യാനായി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ പോലെ വീടിന്റെ മുകളിൽ കെട്ടി ഭദ്രമാക്കി വെച്ചിരുന്ന കഫംപുട കഫംപുട അല്ലാഹുവിന്റെ ഹബീബ് എടുക്കുകയാ, എന്നിട്ട് നിലത്ത് വിരിക്കുകയാ. അപ്പോഴാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞു പോയത്. മക്കയിലെ ധനാഢ്യയായിരുന്ന കച്ചവടക്കാരിയായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കഫംപുട 40ഓളം തുണിക്കഷ്ടങ്ങൾ വെച്ച് തുന്നിപ്പിടിപ്പിച്ച കഫംപുടയായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് തേങ്ങി കരഞ്ഞു പോയതപ്പോഴാ ധനാഢ്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ ഫഖീറത്തായിട്ടാണ് വിട പറഞ്ഞത്. പൊന്നുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ ഇതൊക്കെ വല്ലാതെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഫഖീറത്തായി പോയത്? അടിച്ചു പൊളിച്ച് ഫഖീറത്തായതല്ല, വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് ഫഖീറത്തായതല്ല, എല്ലാം പരിശുദ്ധമായ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്ത പ്രിയപ്പെട്ട മാതാവ് ലോകത്ത് നിന്ന് ഫഖീറത്തായി വിട പറഞ്ഞു പോയത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കഫം ചെയ്യുകയാണ്, കൊണ്ടുപോയി മറമാടുകയാണ്. പിന്നെ അല്ലാഹുവിന്റെ ഹബീബും പൊന്നുമക്കളും വീട്ടിൽ ഒറ്റക്കായി പോയിരിക്കുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ ഭർത്താവ് അബുൽ ആസിന്റെ കൂടെയാണ്. ഉഖയ്യ ബീവി റളിയല്ലാഹു അൻഹ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ്. ഉമ്മു കുൽസൂമും ഫാത്തിമ മോളും റസൂലുള്ളാഹിയും വീട്ടിൽ ഒറ്റക്കായി പോയി ഒറ്റപ്പെട്ടു പോവുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോഴും ദുഃഖിതനായി കാണപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ സന്ദർശിക്കാൻ വരുന്ന സ്വഹാബികളെ കാണുമ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞു പോകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം അത്രമാത്രം ലോലമായിരുന്നു. ഓരോ ദിവസങ്ങളും അങ്ങനെ തള്ളി നീക്കുകയാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50ാമത്തെ വയസ്സിലാണ്. ആ വർഷം അറിയപ്പെടുന്നത് ദുഃഖവർഷമെന്നാണ്. അതേ വർഷം തന്നെയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മ വിട പറഞ്ഞ അതേ വർഷമാണ് പ്രിയപ്പെട്ട റസൂലുള്ളാഹിന്റെ പിതൃവനായ അബൂ ത്വാലിബും ലോകത്തോട് വിട പറയുന്നത്. റസൂലുള്ളാഹിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്ന അബൂ ത്വാലിബിനോട് റസൂലുള്ളാഹി അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അബൂ ത്വാലിബ് റസൂലുള്ളാഹിയോട് വിശ്വസിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അബൂ ത്വാലിബും മരണപ്പെട്ടത് 50ാമത്തെ വയസ്സിലാണ്. അതോടുകൂടെ മക്കക്കാരുടെ അതിക്രമങ്ങൾ പിന്നെ ശതഗുണീഭവിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന് പിന്നെ ഒരു ദിവസവും സ്വസ്ഥമായി മക്കയിൽ കഴിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധമായ മദീന മുനവ്വറയിലേക്ക് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം ചെയ്യുന്നത്. ശത്രുക്കളെല്ലാം ഒരു ദിവസം റസൂലുള്ളാഹിന്റെ വീട് വന്നിരിക്കുന്നു അല്ലാഹുവിന്റെ ഹബീബിനെ കൊല്ലാനായി. അപ്പോഴാണ് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ശ്രദ്ധിക്കണേ, ഫാത്തിമ മോളുടെ ജീവിതത്തിലെ 5ാമത്തെ ആഘാതമാണ്. ആ രംഗം ഒന്ന് പഠിക്കണേ, നിങ്ങൾ മനസ്സിലാക്കണേ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴാണ് ശത്രുക്കൾ വന്ന് വീട് വളയുന്നത്. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയെ കൊല്ലാനായി വീടിന് ചുറ്റും ശത്രുക്കൾ വളഞ്ഞിട്ടുണ്ട് നബിയേ. സർവായുധ വിഭൂഷിതനായി വന്നിട്ടുണ്ടവർ, അതുകൊണ്ട് രക്ഷപ്പെടണം യാ റസൂലല്ലാഹ്. അങ്ങയോട് മദീന മുനവ്വറയിലേക്ക് പലായനം ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് ഹബീബേ എന്ന കൽപ്പന വരികയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചു നോക്കുക, ദിനരാത്രങ്ങളുടെയൊക്കെ ആ രാത്രിയുടെയൊക്കെ പ്രയാസങ്ങൾ എത്രയാണ്. അല്ലാഹുവിന്റെ ഹബീബാകെ വിഷമഘട്ടത്തിലാവുകയാണ്. വീട്ടിന്റെ അകത്തളത്ത് പ്രിയപ്പെട്ട റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ ബീവിയും ഉമ്മു കുൽസൂമും ഒറ്റക്ക. അല്ലാഹുവിന്റെ ഹബീബ് എങ്ങനെയാണ് ഇവരെ വിട്ടേച്ചു പോവുക? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വളർത്തുപുത്രനായി സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, സെയ്ദേ,
മദീന മുനവ്വറയിലേക്ക് പലായനം ചെയ്യാനുള്ള അല്ലാഹുവിന്റെ കൽപ്പന വന്നിരിക്കുകയാണ്. എന്റെ 2 പൊന്നുമക്കളും ഈ വീട്ടിനകത്ത് ഒറ്റക്കാൻ. സെയ്ദേ, ഈ പൊന്നുമക്കളെ മദീന മുനവ്വറയിലേക്ക് എന്റെ സന്നിധിയിലേക്ക് എത്തിച്ചു തരേണ്ട ചുമതല ഞാൻ അങ്ങ് ഏൽപ്പിക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മക്കളെയും മദീന മുനവ്വറയിലേക്ക് എത്തിക്കാനുള്ള ചുമതല സെയ്ദിനെ ഏൽപ്പിക്കുകയാ. ആലോചിക്കണം എന്റെ പെങ്ങളെ. ഫാത്തിമ മോൾ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, അവർക്ക് തുണയായി ഉണ്ടായിരുന്ന മാതാവിനെ അല്ലാഹു തിരിച്ചു വിളിച്ചു. പിന്നെ ഉള്ള പിതാവ്, ആ പിതാവിനെ അർദ്ധരാത്രി അല്ലാഹു മദീന മുനവ്വറയിലേക്ക് കൊണ്ടുപോവുകയാ. 2 മക്കളും വീട്ടിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്നു. ഫാത്തിമ മോൾ ഒറ്റപ്പെട്ടു പോവുകയാ. വീടിന്റെ ചുറ്റുമുള്ളതും ശത്രുക്കളാണ്. ആ രാത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കണ്ട പെങ്ങളെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മോൾ സ്വർഗത്തിന്റെ നേതാവെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് ഭൂമിയിലെ ഒരു രാത്രി പോലും സ്വസ്ഥതയുടെ രാത്രിയായിരുന്നില്ല. ഒരു പകൽ പോലും സ്വസ്ഥതയുടെ പകലായിരുന്നില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ഉമ്മു കുൽസൂമിനെയും വീട്ടിൽ തനിച്ചാക്കി അല്ലാഹുവിന്റെ ഹബീബ് വീട് വിട്ടിറങ്ങുകയാ. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് മദീന മുനവ്വറയിലേക്ക് പലായനം ചെയ്യുകയാണ്. മദീന മുനവ്വറയിൽ അല്ലാഹുവിന്റെ ഹബീബ് എത്തി എന്നല്ലാതെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വല്ലാത്ത വേദനയില്ല. ഫാത്തിമ മോൾക്ക് എന്ത് സംഭവിച്ചോ, റുഖിയ മോൾക്ക് എന്ത് പറ്റി, ഉമ്മു കുൽസൂമിന് എന്ത് പറ്റി എന്ന ചിന്തയിലാണ് അല്ലാഹുവിന്റെ ഹബീബ്. കാരണം താൻ വിട്ടേച്ച് പോരുമ്പോ വീടിന്റെ ചുറ്റുഭാഗത്തും ശത്രുക്കളാണ്. ആയുധഭൂഷിതനായി നിൽക്കുകയാണവർ. ഒരു പക്ഷേ എന്നെ കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ എന്റെ പൊന്നുമക്കളുടെ കഴുത്തറുത്ത് കളഞ്ഞോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് വല്ലാത്ത വേദനയില്ല. പൊന്നുമക്കളെ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബ്. അപ്പോഴാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു ഫാത്തിമ മോളെയും ഉമ്മു കുൽസൂമിനെയും മദീന മുനവ്വറയിലേക്ക് എത്തിക്കാൻ തീരുമാനിക്കുന്നത്. അർദ്ധരാത്രിയിലാണ് ഒട്ടകക്കട്ടിൽ കൊണ്ടുവന്നു. ഒട്ടകത്തെ കൊണ്ടുവന്നു, ഒട്ടകക്കട്ടിൽ കയറ്റുകയാണ് ഈ പൊന്നുമക്കളെ. ആരും അറിയാതെ വേണം ഇവരെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ. ശത്രുക്കൾ കണ്ടാൽ റസൂലുള്ളാഹി രക്ഷപ്പെട്ട ദേഷ്യം പൊന്നുമക്കളോട് തീർക്കുമെന്ന് സെയ്ദിനറിയാം. സെയ്ദ് റളിയല്ലാഹു അൻഹു ഫാത്തിമ മോളെയും ഉമ്മു കുൽസൂമിനെയും ഒട്ടകക്കട്ടിൽ കയറ്റി എന്നിട്ടതാ യാത്രയാവുകയാണ്. വളരെ പതുക്കെ. രാത്രി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. മക്ക ഗാഢമായ നിദ്രയിലാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പുറപ്പെടുന്നത്. കൂരിരുട്ടിലൂടെ 2 മക്കളെയും കൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു പോകുമ്പോഴാ ഇരുട്ടിന്റെ മറവിലൂടെ ഒരു ഓടി വരുന്നത്. ഓടി വന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു വെച്ചു. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒട്ടകത്തിന്റെ കഴുത്തിന് ആഞ്ഞുവെട്ടി. ഒട്ടകത്തിന്റെ കഴുത്തിന് ആഞ്ഞുവെട്ടിയപ്പോൾ ഒട്ടകത്തിന്റെ കഴുത്ത് മുറിഞ്ഞു പോയി. ഒട്ടകം മറിഞ്ഞു വീണു. ഒട്ടകം മറിഞ്ഞു വീണപ്പോൾ ഒട്ടകക്കട്ടിലും മറിഞ്ഞു വീണു. മറിഞ്ഞു വീണപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ 2 പൊന്നുമക്കളും അതാ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും ഫാത്തിമ മോളും ഒട്ടകക്കട്ടിലിൽ നിന്ന് ഉരുണ്ട് വീഴുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചന്തി കുത്തി നിരങ്ങിയ വീഴുന്നത്. ഉടനെ ആ പൊന്നുമക്കൾ ആ മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവും ശത്രുവും തമ്മിൽ യുദ്ധം നടത്തുമ്പോ, മൽപിടുത്തം നടത്തുമ്പോ ഈ 2 പൊന്നുമക്കളും രാത്രിയുടെ കൂരിരുട്ടിലൂടെ ഓടുകയാണവർ. ജീവനം കൊണ്ട് ഓടുകയാണ്. ആലോചിക്കണം നിങ്ങൾ, ഫാത്തിമ ബീവിയുടെ യൗവനം ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ തരണം ചെയ്ത യൗവനമാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതം മുഴുവൻ തുലച്ചു കഴിഞ്ഞ യൗവനമല്ല ഫാത്തിമ മോളുടെ യൗവനം. എന്റെ പ്രിയപ്പെട്ട സഹോദരി, മൊബൈലിലായിരുന്നില്ല ഫാത്തിമ മോളുടെ ജീവിതം, ഫേസ്ബുക്ക് ആയിരുന്നില്ല ഫാത്തിമ മോളുടെ ജീവിതം. പെങ്ങളെ, വാട്സപ്പിൽ കളിച്ചു കളഞ്ഞ യൗവനമല്ല ഫാത്തിമ മോളുടെ യൗവനം. ഫാത്തിമ മോളുടെ യൗവനം ത്യാഗങ്ങളുടെ യൗവനമാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവെന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച ഫാത്തിമ മോളുടെ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. വിശാലമായി പറയാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലെ ഫാത്തിമ ബീവിയെയും ഉമ്മു കുൽതൂമിനെയും കൂട്ടി സെയ്ദ് റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. മദീന മുനവ്വറയിലെ പൊന്നു മക്കളെത്തിയപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സിന് സമാധാനമായത്. ഫാത്തിമ മോൾ മദീന മുനവ്വറയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയായി പിന്നെ ഈ രണ്ട് മക്കളുടെയും ജീവിതം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിൽ എത്തിയതിനു ശേഷം തൊട്ടടുത്ത കൊല്ലമാണല്ലോ ബദർ യുദ്ധം നടക്കുന്നത്. ഹിജ്റയുടെ 2ാമത്തെ വർഷമാണല്ലോ ബദർ യുദ്ധം ഉണ്ടാകുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞു വരികയാണ്. മദീന മുനവ്വറയിലേക്ക് ഫാത്തിമ മോൾ എത്തുമ്പോഴേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിവാഹപ്രായമൊക്കെ എത്തിയിട്ടുണ്ട്. ഫാത്തിമ മോൾ റളിയല്ലാഹു അൻഹ വല്ലാത്ത സൗന്ദര്യമാണ്. ധാരാളം അന്വേഷണങ്ങൾ വരുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നിനും സമ്മതം മൂളിയിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ തീരുമാനം എന്താണെന്നറിയുമോ? ഫാത്തിമ മോളുടെ ഭർത്താവിനെ രാജാതിരാജനായ അല്ലാഹു തെരഞ്ഞെടുക്കണമെന്നാണ് മഹാനായ റസൂലുള്ളാഹിന്റെ തീരുമാനം. പല ആളുകളും അന്വേഷണവുമായി വന്നിട്ടുണ്ട്. മദീന മുനവ്വറയിലെ പൗരപ്രമുഖരായ സ്വഹാബികൾ അന്വേഷണവുമായി വന്നിട്ടുണ്ട്. പല കുടുംബങ്ങളിൽ നിന്നും അന്വേഷണം വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നിനും ഫാത്തിമ മോൾ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു വന്ന ഒരാളുടെയും അന്വേഷണത്തിന് അല്ലാഹുവിന്റെ ഹബീബ് മറുപടി പറഞ്ഞില്ല. എല്ലാവരോടും പറഞ്ഞത് ഫാത്തിമ മോളുടെ ഭർത്താവാരാണെന്നുള്ള നിർദ്ദേശം ആകാശത്ത് നിന്ന് വരണം, അതിനായി ഞാൻ കാത്തിരിക്കുന്നു എന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞത്. അങ്ങനെ അതാ ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരാൻ മദീന സാധാരണ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒരു ദിവസം മഹാനായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരാൻ സാധാരണ ഇറങ്ങി വരാറുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളുമായിട്ടാണ് ഇറങ്ങി വരാറുള്ളത്. എന്നാൽ ഈ തവണ വന്നിരിക്കുന്നത് പുതിയൊരു നിർദ്ദേശവുമായിട്ടാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഫാത്തിമ മോളെ അലി റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുക്കണമെന്നാണ് അല്ലാഹുവിന്റെ താൽപര്യം. അതാ അല്ലാഹുവിന്റെ നിർദ്ദേശമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയാൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ നിർദ്ദേശം ഫാത്തിമ മോളെ അലി റളിയല്ലാഹു അൻഹുവിനെ കല്യാണം ചെയ്തു കൊടുക്കാൻ. ഈ നിർദ്ദേശം ലഭിച്ചപാടെ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട്, അലിയാരെ എന്റെ മോളെ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതല്ല. ആധുനിക ലോകമേ നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങൾ ആലോചിക്കണം. നടുറോട്ടിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനോട് പ്രേമം തോന്നിയാൽ അവന്റെ നമ്പർ വാങ്ങിയിട്ട് പിന്നെ ഐ ലവ് യു എന്ന് എനിക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടം തോന്നിയെന്ന് മെസ്സേജ് അയക്കലല്ല ധർമ്മം. പെങ്ങളെ പഠിക്കണം. 6ാം നൂറ്റാണ്ടിൽ വെളിച്ചം വീശാൻ കടന്നു വന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിന്ന് നടന്ന ഒരു കല്യാണമാണ്. അല്ലാഹുവിന്റെ പൊന്നുമോളുടെ വിവാഹമാണ്. ആരാ കൽപ്പിക്കുന്നത്? അല്ലാഹു കൽപ്പിക്കുന്നു. അല്ലാഹു കൽപ്പിക്കുന്നു ഖദീജ ബീവിയുടെ ഏറ്റവും ചെറിയ പൊന്നുമോളെ അലി റളിയല്ലാഹു അൻഹുവിനെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അല്ലാഹു കൽപ്പിച്ചു. അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി നടപ്പിൽ വരുത്താൻ നിയോഗിതനായവരാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ്. എന്നിട്ട് പോലും അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് എന്റെ പൊന്നുമോളെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സദസ്സിലേക്ക് ദുആക്ക് നേതൃത്വം നൽകാനായി മഹാനായ തങ്ങളവറുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ സദസ്സിനെ ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരണേ അല്ലാഹ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലാഹുവിന്റെ ഹബീബ് തന്റെ പ്രിയപ്പെട്ട ഇളയപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. തന്റെ മൂത്ത മകളുടെ, തന്റെ രണ്ടാമത്തെ മകളുടെ ഭർത്താവാണ് ഉമ്മു റുഖയ്യ ബീവിയുടെ. അതേപോലെ പ്രിയപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും വിളിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ പിതാവാണല്ലോ, തന്റെ ഭാര്യയുടെ ഉപ്പയാണ്. അങ്ങനെ പ്രമുഖരായ സ്വഹാബികൾ വിളിക്കുകയാ. അവരെ വിളിച്ചിട്ടവരോട് പറയുന്നു, സ്വഹാബ, എന്റെ പൊന്നുമോളെ അലി റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. പടച്ച റബ്ബിന്റെ താൽപര്യം അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. സ്വഹാബ, അലി റളിയല്ലാഹു അൻഹു എന്റെ വീട്ടിൽ വളരുന്നവരാണെങ്കിലും അലിയോട് എനിക്കത് നേരിട്ട് പറയാൻ വല്ലാത്ത ലജ്ജയുണ്ട്. സ്വഹാബ, എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മൾ പഠിക്കണം. ക്യാമ്പസിൽ കൂടെ പഠിക്കുന്ന കുട്ടിയോട് എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമുണ്ടെന്ന് തുറന്നു പറയുന്നവരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മാർഗമല്ലേത്? ആലോചിക്ക്. തന്റെ വീട്ടിൽ വളരുന്ന പ്രിയപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് എന്റെ മോളെ നീ വിവാഹം കഴിക്കണം എന്ന് പറയാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടെന്ന് പറയാൻ ലജ്ജ കാണിച്ച പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയാണ്, സ്വഹാബ, നിങ്ങളാണ് ഈ കാര്യം അലി റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കേണ്ടത്. നിങ്ങളാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് പറയേണ്ടത്. മഹാന്മാരായ സ്വഹാബികൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ഈ വിവരം പറയാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു തലയിൽ പുല്ലും ചുമന്നു വരികയാണ്. നിങ്ങൾ ആലോചിക്കണം, ഏത് അലിയാ? പിൽക്കാലത്ത് ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു അബൂ ത്വാലിബിന്റെ മകനാണ്. ഈ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് എത്തിയത് അബൂ ത്വാലിബിന്റെ വീട്ടിന്റെ അകത്ത്. അബൂ ത്വാലിബ് വളരെ കഷ്ടപ്പാടും പ്രയാസവും സഹിച്ചിരുന്ന ഒരാളായിരുന്നു അബൂ ത്വാലിബ്. അബൂ ത്വാലിബിന്റെ വീട്ടിൽ കഷ്ടപ്പാടും ദരിദ്രവുമായതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് തന്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതാണ് അലി റളിയല്ലാഹു അൻഹുവിനെ. ഈ അലി റളിയല്ലാഹു അൻഹു ജീവിക്കാൻ പ്രയാസപ്പെടുന്നു. തോട്ടങ്ങളിൽ പോയി പുല്ലരിഞ്ഞു കൊണ്ടുവന്ന് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റാണ് അലി റളിയല്ലാഹു അൻഹു ഉപജീവനം നടത്തുന്നത്. ഈ പുല്ലുമായി വരുമ്പോഴാണ് സ്വഹാബികൾ ചെന്നിട്ട് പറയുന്നത്, അലിയാരെ നിങ്ങൾ സന്തോഷിക്കണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മകളെ അങ്ങേക്ക് വിവാഹം ചെയ്തു തരാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടത്രേ. കേട്ടപാടെ അലി റളിയല്ലാഹു അൻഹു ഞെട്ടിച്ചരിച്ചു പോവുകയാ. അലി റളിയല്ലാഹു അൻഹുവരോട് പറഞ്ഞു, സ്വഹാബ, റസൂലുള്ളാഹിന്റെ മകളെ വിവാഹം ചെയ്യാൻ എന്ത് ക്വാളിഫിക്കേഷനാ എനിക്കുള്ളത്? റസൂലുള്ളാഹിന്റെ മകളെ വിവാഹം ചെയ്യാനുള്ള യാതൊരു കഴിവും സാമ്പത്തികവും എനിക്കില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപുത്രിക്ക് മഹർ കൊടുക്കണ്ടേ? ഞാൻ എന്ത് മഹർ കൊടുക്കും സ്വഹാബ? മഹർ കൊടുക്കാൻ പോലും എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ചിന്തിക്കണം എന്റെ പ്രിയമുള്ള പിതാവേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മകൾക്ക് മദീന മുനവ്വറയിലെ സാമ്പത്തിക കുടുംബങ്ങളിൽ നിന്ന് അന്വേഷണം വന്നപ്പോ സമ്പത്തിനല്ല പ്രാധാന്യം കൊടുത്തത്. ആലോചിക്കണം, ഇന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ വിവാഹം നടക്കുന്നുണ്ട്, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളാണെന്നൊക്കെ പറയാ. പൊന്നുമക്കളെ പോലും ഇവരുടെ കയ്യിലേൽപ്പിക്കാൻ പോവാൻ. അയാൾ മുഖേന ഖൈബറിന്റെ രണാങ്കണം വിജയിക്കും. എന്താണ് അയാളുടെ പ്രത്യേകത? അയാൾക്ക് അല്ലാഹുവിനോട് വല്ലാത്ത ഇഷ്ടമാണ്, റബ്ബിന് അയാളോടും വല്ലാത്ത ഇഷ്ടമാണ്. പിന്നെ പിറ്റേ ദിവസം പതാക ഏൽപ്പിച്ച അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലായിരുന്നു. ഫാത്തിമ മോൾക്ക് അലി റളിയല്ലാഹു അൻഹുവിനെ ഭർത്താവായി തെരഞ്ഞെടുത്തത് അലി റളിയല്ലാഹു അൻഹുവിൽ ദീനുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ തങ്ങളവറുകൾ ദുആക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ സദസ്സിൽ എത്തിച്ചേർന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം അതിവിശാലമാണ്. മഹദിയുടെ ജീവിതം അതിവിശാലമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ജീവിതം അർത്ഥവത്തായി നമ്മൾ പഠിക്കേണ്ട ജീവിതമാണ്. പെങ്ങന്മാർക്കൊക്കെ ഭയങ്കര പാഠമുണ്ട് ആ ജീവിതത്തിൽ. സംഭവം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ ഓരോ ഭാഗവും പറയണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയും അലി തങ്ങളുടെ കൂടെയും ഉള്ള ജീവിതം പെങ്ങന്മാർക്ക് വലിയ മാതൃകയാണ്. എല്ലാ വീട്ടിലും കുഴപ്പവും പ്രശ്നമാണ്. എല്ലാ വീട്ടിലും എന്താ ഈ സിനിമയും സീരിയലും ഇങ്ങനെ കണ്ടിട്ടേ എല്ലാ വീട്ടിലും യഥാർത്ഥ ജീവിതം അതല്ല. യഥാർത്ഥ ജീവിതം അതല്ല. കഷ്ടപ്പാടുകളെ ഈമാൻ കൊണ്ടാ മറികടക്കേണ്ടത്.
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഫാത്തിമ ബീവി ഏറെ ശ്രദ്ധിച്ചത് ഒരു കാര്യത്തിലാണ്, തന്റെ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങണം. തന്റെ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങണമെന്നായിരുന്നു. കാരണം അത് ഉപ്പ എപ്പോഴും മോള് പറയാറുണ്ട്, മോളെ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. ഞാനൊരു തമാശ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിനോട്. അലിയാർക്ക് ആ തമാശ പിടിച്ചില്ല. അലിയാർ മുഖമാകെ വിവരണമായി, ഒരു വല്ലാത്ത ഇരുത്തമായി. ഫാത്തിമ മോൾ പറയാൻ, ഞാൻ പറഞ്ഞ തമാശ അലിയാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അലിയാരോട് മാപ്പ് ചോദിച്ചോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, തുഫ്തു 70 മറ, 70 തവണയാണ് ഞാൻ അലി റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന കസാലയുടെ ചുറ്റും ഞാൻ നടന്നത്. 70 തവണ ഞാൻ നടന്നിട്ട് മാപ്പാക്കണേ 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 എന്ന് പറഞ്ഞു. 70ാമത്തെ തവണയാണ് ഞാൻ കണ്ണുനീർ ഒലിപ്പിച്ച് പറഞ്ഞപ്പോൾ ഫാത്തിമ, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു ഫാത്തിമ എന്ന് പറഞ്ഞത്. ആ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെ തരണം ചെയ്ത് എന്ന് സഹോദരിമാർക്ക് മാതൃകയുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തിലേറെ ശ്രദ്ധിച്ച, കുടുംബ ജീവിതത്തിലേറെ ശ്രദ്ധിച്ച ഒരു പോയിന്റ് അതാണ്, ഭർത്താവിന്റെ പൊരുത്തം കിട്ടണം. വഫാത്താകുന്നതിന്റെ തലേ ദിവസമല്ലേ അലി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. മസ്ജിദുൻ നബവിയിൽ ഇശാ നമസ്കാരം നടക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് വരുന്നത് കാത്തിരിക്കുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അന്ന് രാത്രി കുളിച്ചിട്ടുണ്ട്, പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവിക്കറിയാം ഇതെന്റെ ജീവിതത്തിലെ അവസാന രാവാണ് എന്ന്. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ തുറന്ന് പറഞ്ഞിട്ടില്ല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹു അൻഹു വരുമ്പോൾ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു, സ്വീകരിക്കുന്നു. രണ്ടുപേരും പോയി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പാത്രങ്ങളെല്ലാം വൃത്തിയാക്കി വെക്കുന്നു. അലി റളിയല്ലാഹു അൻഹു അറയിലേക്ക് കയറിയിട്ടുണ്ട്. ഫാത്തിമ മോളും അറയിലേക്ക് വരികയാണ്. അലി റളിയല്ലാഹു അൻഹു അറയിലെത്തി. ഫാത്തിമ മോൾ പിന്നെയാണ് അറയിലേക്ക് വന്നത്. അറയിലങ്ങ് കയറിയപാടെ വിളക്കങ്ങണച്ചു കളയുകയാണ്. വിളക്കണച്ചു കളഞ്ഞ പാടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തേങ്ങി തേങ്ങി കരയുന്നു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ മോളോട് ചോദിക്കുകയാണ്, മോളെ എന്തിനാ കരയുന്നത്? അപ്പോഴാ അലിയാരോട് പറയുന്നത്, അലിയാരേ, ഒരുപാട് വർഷങ്ങളായില്ലേ ഉപ്പ എന്നെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിട്ട്. നമ്മുടെ ഈ വൈവാഹിക ജീവിതത്തെ ഈ കാലയളവിൽ, നമ്മുടെ ഈ കുടുംബ ജീവിതത്തിന്റെ കാലയളവിൽ ഞാൻ നിങ്ങളെ പല കാര്യത്തിലും വേദനിപ്പിച്ചിട്ടുണ്ടാകും, വെറുപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയാം, മോളെ അതിനെന്തിനാ നീ കരയുന്നത്? എനിക്കെല്ലാം മാപ്പാണ് ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരച്ചിൽ അല്പനേരത്തെ കടക്കി പിടിച്ചു. വീണ്ടും ഫാത്തിമ ബീവി പൊട്ടിക്കരയുന്നു. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ നീ എന്തിനാ കരയുന്നത്? എല്ലാം ഞാൻ നിനക്ക് മാപ്പാക്കി തന്നിട്ടില്ലയോ ഫാത്തിമ, പിന്നെ എന്തിനാ കരയുന്നത് മോളെ? ഫാത്തിമ എന്ന് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് ചോദിക്കുമ്പോഴാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പറയുന്നത്, അലിയാരെ, അന്നൊരിക്കൽ അബൂജഹലിന്റെ മകളെ വിവാഹം ചെയ്യാൻ അങ്ങേക്കൊരു താല്പര്യമുണ്ടായിരുന്നല്ലോ. അങ്ങ് അബൂജഹലിന്റെ മകളെ, മുസ്ലിമത്തായ പെണ്ണിനെ വിവാഹം ചെയ്യാൻ അങ്ങ് ഒരുങ്ങുന്നുവെന്ന വിവരം ഞാൻ അറിയാനിടയായി. അപ്പൊ എനിക്ക് വല്ലാത്ത വേദനയായി, എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെക്ക് നഷ്ടപ്പെടുമോ എന്ന് തോന്നി ഞാൻ കരഞ്ഞു. ഉപ്പയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. ഞാൻ അന്ന് കരഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉപ്പ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കരയുന്നത് കണ്ടപ്പോ ഉപ്പയും കരഞ്ഞു. എന്നോട് ചോദിച്ചു, മോൾ എന്തിനാ കരയുന്നത്? ഞാൻ അപ്പോഴാണ് ഈ വേദന പറഞ്ഞത്. അപ്പോൾ ഉപ്പയും കരഞ്ഞുവെന്നല്ല, അന്ന് മസ്ജിദുൻ നബവിയിൽ നിസ്കാരം കഴിഞ്ഞ പാടെ അസാധാരണമായ രീതിയിൽ മസ്ജിദുൻ നബവിയുടെ മദീനത്തെ പള്ളിയുടെ മിമ്പറയിൽ കയറി നിന്നല്ലോ. കയറി നിന്നിട്ട് എന്റെ ഉപ്പ ഇങ്ങനെ പറഞ്ഞില്ലേ, ആ കദസതിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മോളും അല്ലാഹുവിന്റെ റസൂലിന്റെ കൊടിയ ശത്രുവിന്റെ മോളും ഒരാളുടെ കൂടെ ഒന്നിച്ചു വേണ്ട.
എന്റെ മോളെ റസൂലുള്ളാഹിന്റെ മോളെ ഒഴിവാക്കി തന്നേക്കെന്ന് പറഞ്ഞപ്പോഴല്ലേ അങ്ങ് മദീന പള്ളിയിൽ നിന്ന് കരഞ്ഞോടി വന്നിട്ട് എന്റെ അടുത്ത് വന്ന് എന്നോട് മാപ്പ് ചോദിച്ചത്. അലിയാരേ, ഒരാൾക്ക് 4 വിവാഹം വരെ ചെയ്യാമെന്ന് അള്ളാഹു അനുവദിച്ചതല്ലേ, പക്ഷെ എന്റെ മനസ്സ് വേദനിച്ചത് അങ്ങേ എനിക്ക് നഷ്ടപ്പെടുമെന്നത് കൊണ്ടായിരുന്നു. ഞാനെങ്ങനെ ചെയ്യരുതായിരുന്നു, പക്ഷെ അങ്ങയെ നഷ്ടപ്പെടുമോ എന്ന വേദനയിൽ ചെയ്തു പോയതാണ്. മാപ്പാക്കണേ എന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, ഞാനതൊക്കെ മാപ്പാക്കിയിട്ടുണ്ട് ഫാത്തിമ, എന്തിനാ നീ കരയുന്നത് ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരച്ചിൽ അല്പനേരം അടക്കി പിടിച്ചോ. കേൾക്കണേ, അല്പനേരം കഴിഞ്ഞ് വീണ്ടും കരയുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അലിയാരേ, ഞാൻ മരിച്ചാൽ എന്റെ പൊന്നുമക്കളെ നിങ്ങൾ നല്ലപോലെ നോക്കണേ അലിയാരേ. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ പൊന്നുമക്കളെ നല്ലപോലെ ശ്രദ്ധിക്കണം അലിയാരേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. അലിയാർ ചോദിച്ചു, ഫാത്തിമ, നീ എന്തിനാ മരണത്തെ കുറിച്ചൊക്കെ പറയുന്നത്? എന്റെ പൊന്നുമക്കളെ ഞാൻ നോക്കുമല്ല ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അപ്പോഴാ പറയുന്നത്, അലിയാരേ, ഞാൻ വഫാത്തായാൽ എന്നോടുള്ള സ്നേഹത്തിന്റെ ചിന്തയിൽ അങ്ങ് വേറെ വിവാഹം കഴിക്കാതിരിക്കാൻ പാടില്ല. ലോകത്തൊരു പെണ്ണും തന്റെ ഭർത്താവിനോട് പറയാത്ത കാര്യമാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ പൊന്നുമോൾ ഭർത്താവിനോട് പറയുന്നത്, അലിയാരെ, നിങ്ങൾ പിന്നെ സ്വന്തമായി ജീവിക്കരുത്. നിങ്ങൾ നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ, ദീനുള്ളൊരു പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണം. നിങ്ങൾ അവരുടെ കൂടെ സ്വന്തമായി നിങ്ങളുടെ കൂടെ സന്തുഷ്ടമായ കുടുംബ ജീവിതം നയിക്കണം. അലിയാരെ, അലി റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്, ഫാത്തിമ മോൾ കരയുന്നുണ്ട്. അല്പനേരം കരച്ചിലടക്കി പിടിച്ചോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അലിയാരേ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ മയ്യത്ത് കുളിപ്പിക്കണം അലിയാരേ. ഉമ്മ തന്റെ ഭർത്താവായ റസൂലുള്ളാഹിനോട് പറഞ്ഞ പോലെ ഫാത്തിമ ബീവി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയാ, അലിയാരേ, ഞാൻ മരിച്ചാൽ എന്നെ മയ്യത്ത് കുളിപ്പിക്കേണ്ടതങ്ങാണ് അലിയാരേ, എന്നെ കഫം ചെയ്യേണ്ടതങ്ങാണ് അലിയാരേ. ഖബറിലേക്ക് എന്നെ കൊണ്ടുവരുന്ന മയ്യിത്ത് കട്ടിലാകുന്ന വാഹനത്തിൽ അങ്ങനെ കയറ്റിച്ചരണം അലിയാരേ. അലിയാരേ, അങ്ങനെ മയ്യിത്ത് കട്ടിലിന്റെ അടുത്തായി നടക്കണം അലിയാരേ. പള്ളിയിലേക്ക് എന്നെ മയ്യിത്തെത്തിയാൽ എന്റെ മയ്യിത്ത് എന്റെ മയ്യിത്ത് നിസ്കാരത്തിന് അങ്ങ് നേതൃത്വം നൽകണം അലിയാരേ. അലിയാരേ, ഞാൻ മരിച്ചിട്ട് എന്റെ മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ് ഖബറിലേക്ക് എത്തിയാൽ അലിയാരേ, നിങ്ങളാകണം എന്നെ ഖബറിലേക്ക് താഴ്ത്തി വെച്ച് വരേണ്ടത് അലിയാരേ. അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. അലി റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്, ഫാത്തിമ മോളും കരയുന്നുണ്ട്. എന്തിനാണ് ഫാത്തിമ നീ ഇതൊക്കെ ഇപ്പോൾ പറയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ല, ഞാൻ നാളെ മുതൽ ഈ ലോകത്തില്ല, ഇവിടെ പറയാൻ പോവുകയാണെന്ന് സൂചിപ്പിച്ചില്ല. രണ്ടുപേരും കരയുന്നുണ്ട്. പെങ്ങളെ, ഫാത്തിമ മോൾ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് തൊട്ട് മുമ്പുള്ള രാവ്, ഭൂമിയിലെ അവസാനത്തെ രാവ്, ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുന്ന രാവായിരുന്നു. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഹബീബ മോളെ പഠിപ്പിച്ചിട്ടുണ്ട്, മോളെ, ഭർത്താവിന്റെ സമ്മതമില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് എന്റെ പൊന്നു മോൾ മനസ്സിലാക്കരുതെന്ന്. മാത്രമല്ല, അവസാനമായി അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അലിയാരേ, അലിയാരേ, ഞാൻ എപ്പോൾ മരിച്ചാലും, പകൽ മരിച്ചാലും രാത്രി മരിച്ചാലും, എപ്പോൾ മരിച്ചാലും എന്നെ മയ്യത്ത് ഖബറടക്കപ്പെടാൻ രാത്രിയെ കൊണ്ടുപോകാവോ? ഫാത്തിമ മോളുടെ വസിയത്താണ്, രാത്രിയെ എന്റെ മയ്യത്ത് ഖബറടക്കാനും കൊണ്ടുപോകാവോ? അത് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ മോളോട് ചോദിച്ചതല്ല, മോളെ ഫാത്തിമ, നീ എന്താ അങ്ങനെ വസിയത്ത് ചെയ്യുന്നത്? സാധാരണ ആളുകൾ പകലിൽ ഖബറടക്കം ചെയ്യപ്പെടാനുള്ള ഇഷ്ടപ്പെടാറുള്ളത് മയ്യിത്ത് നിസ്കരിക്കാൻ ധാരാളം ആളുകളുണ്ടാകുമല്ലോ. മോളെ,
എന്തേ രാത്രിയെ ഖബറടക്കാവൂ എന്ന് നീ പറഞ്ഞത്? പ്രിയപ്പെട്ടവളെ, നീ എന്തേ അങ്ങനെ പറഞ്ഞത്? ഫാത്തിമ മോളോട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, പെങ്ങളെ അവിടെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, ശ്രദ്ധിക്കണം നിങ്ങൾ, സയ്യിദത്തു, ഞാൻ അവസാനിപ്പിച്ചോട്ടെ, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ സ്ത്രീകളെ നയിച്ചു പോകാനുള്ള മോളാണ് എന്റെ മോളെന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഫാത്തിമ ബീവിയുടെ ക്വാളിഫിക്കേഷൻ എന്താ? MBBS ബിരുദമെടുത്ത ഡോക്ടർ എന്നല്ല ക്വാളിഫിക്കേഷൻ, എഞ്ചിനീയർ എന്നല്ല ക്വാളിഫിക്കേഷൻ. ഫാത്തിമ ബീവിയുടെ ക്വാളിഫിക്കേഷൻ എന്താ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇന്ന ബിൻതി ഹാദിഹി, എന്റെ ഈ പൊന്നുമോൾ ഹസ്സനത് ഫർജഹ, അവരുടെ ഔറത്തിന്റെ കാര്യത്തിൽ കണിശമായി ശ്രദ്ധിച്ചവളാ എന്റെ പൊന്നുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫഹറമഹല്ലാഹു അലന്നാർ, അതുകൊണ്ട് എന്റെ പൊന്നുമോളുടെ ശരീരം നരകം സ്പർശിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങളെ, ഞാൻ അവസാനിപ്പിച്ചോട്ടെ, ഈ വാക്ക് നിങ്ങളുടെ മനോമുഖരത്തിൽ എഴുതി വെക്കണം. പിതാവെ എഴുതി വെക്കണം, ചെറുപ്പക്കാരെ എഴുതി വെക്കണം. പൊന്നുഭാര്യമാരുടെ ഔറത്ത് കണിശമായി മറപ്പിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകണം. എന്റെ പൊന്നുമോൾ ഹസ്സനത്ത് ഫർജഹ, അവൾ അവരുടെ ഔറത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച മോളാണ്. ഫഹറമഹല്ലാഹു അലന്നാർ, അതുകൊണ്ട് എന്റെ ഫാത്തിമാക്ക് നരകമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ മോൾ എല്ലാ ദിവസവും 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന മോളാണ്, അതുകൊണ്ട് നരകത്തിൽ കടക്കില്ലെന്നല്ല പറഞ്ഞത്. എന്റെ പൊന്നുമോൾ എല്ലാ മാസവും 5 ഖത്മ് തീർക്കുന്ന മോളാ, അതുകൊണ്ട് നരകത്തിലേക്കില്ല എന്നല്ല പറഞ്ഞത്. അതൊക്കെ ഒരുപാട് നിസ്കാരങ്ങളിലും ഖുർആൻ പാരായണങ്ങളിലും ഒക്കെ ശ്രദ്ധിച്ചെന്ന പൊന്നുമോളുടെ മികവുറ്റ സ്വഭാവമായി റസൂലുള്ളാഹി എടുത്തു പറഞ്ഞത് ഔറത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന മോളാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ ആ രാത്രിയിൽ, അലിയാരെ എന്നെ രാത്രിയെ ഖബറടക്കം ചെയ്യാൻ കൊണ്ടുപോകാവോ? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ നീ അങ്ങനെ പറഞ്ഞത്? അപ്പോഴല്ലേ പറഞ്ഞത്, എന്റെ ശരീരം ഇതുവരെ ഒരു അന്യ പുരുഷനും കണ്ടിട്ടില്ല. അലിയാരേ, അതുകൊണ്ട് മരിച്ചാലും എന്റെ കഫംപുട പോലും ഒരാൾക്കും കാണിച്ചു കൊടുക്കരുത്. രാത്രിയുടെ ഇരുട്ടിലാ നിങ്ങൾ എന്നെ കൊണ്ടുപോകേണ്ടത്. അപ്പൊ എന്റെ കഫംപുട പോലും ഒരാൾ കാണില്ല, ആ ഇരുട്ടിലാകട്ടെ എന്നെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്നത് എന്ന് സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദി അക്ഷരം പ്രതി പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.